എത്രയേട്ടാ? 16. കുറച്ച് പൈസയുടെ കുറവുണ്ടല്ലോ. എത്ര? ഒരു 14. ഞാൻ പേഴ്സിനകത്ത് പൈസ വെച്ച. എത്രയേട്ടാ? 16. അല്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയതാ. അതാ. ശ്യാമിന് ഒരുപാട് പേഴ്സ് ഉണ്ടല്ലേ? അയ്യോ, അത് കൊള്ളാലോ. അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ അച്ഛനും എന്നെ പോലെ തന്നെ ഭയങ്കര ഗ്ലാമറാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ എനിക്കിത്തിരി ഗ്ലാമർ കൂടുതലാണെന്നാ പൊതുവേ ഉള്ള അഭിപ്രായം. അയ്യടാ. താങ്ക് യു. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ വിട്ടു. അപ്പൊ താൻ വീട്ടിലേക്ക് പോകണോ? ഇല്ല, ജവഹർ കോളനിയില് സരോജിനി മാഡത്തിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ തീരുമാനിച്ചു. വീട്ടിലെങ്ങനെ സമ്മതിച്ചോ? ഒരുവിധം. ചേച്ചിക്കായിരുന്നു എതിർപ്പ്. പിന്നെ ഹോസ്റ്റലിലെ ഫുഡൊന്നും ശരിയാവുന്നില്ലെന്ന് കള്ളം പറഞ്ഞിട്ടാ ചേച്ചിയെ കൊണ്ട് അവസാനം ഒന്ന് സമ്മതിപ്പിച്ചെടുത്തേ. അല്ല, ഇവിടുന്ന് 1-2 കിലോമീറ്റർ ദൂരെ ഇല്ലേ? എപ്പോഴും ബസ്സുണ്ടല്ലോ. പിന്നെ തന്നെ വല്ലപ്പോഴും ഒന്ന് കാണുകയും ചെയ്യാലോ. എന്നാ വാ, നമുക്ക് ഓരോ കപ്പ് കാപ്പി കുടിക്കാം. കാപ്പിയോ? ടെൻഷൻ അടിക്കണ്ട, ബില്ല് ഞാൻ പേ ചെയ്തോളാം. അങ്ങനെയാണ്. ഓക്കെ. എനിക്ക് നല്ല വിശപ്പുണ്ടേ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. മേടിച്ചിരുമല്ലോ അല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. എന്നാ വാ. സരോജിനി മാഡത്തിന്റെ വാടക മന്ദിരത്തിലേക്ക് പുതിയ അതിഥിക്ക് സ്വാഗതം. താൻ കൃത്യസമയം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊരു സ്വീകരണം സംഘടിപ്പിച്ചേനെ. ആങ്ങളെ, ഇതെന്റെ കൂട്ടുകാരിയാ ശ്യാമ. ആ മാഡം, ഇതാ ഞാൻ മനസ്സിലായി. അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. അങ്കിള് വെയിറ്റ് ചെയ്യണ്ട, എന്നാ അങ്കിള് പൊക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടൻ വിളിക്കണം. വിളിക്കാം. ഇത് വെച്ചോ. വേണ്ട, എന്റേലുണ്ട്. ഇരിക്കട്ടെ മോളെ. ഓക്കെ. ഹോസ്റ്റലിലല്ലായിരുന്നോ താമസിച്ചിരുന്നത്? അതെ മാഡം. പിന്നെന്താ അവിടുന്ന് മാറിയത്? ഇതുപോലൊരിടത്താവുമ്പോ കുറച്ചുകൂടെ ഹോംലി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യല്ലോ. അത് ശരിയാ. ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അഭിനയിക്കുന്ന... മനസ്സിലായി, സീരിയലിലൊക്കെ ഞാൻ കാണാറുണ്ട്. എന്റെ പേര് ബിന്ദു. പിന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ സരോജിനി മാഡം എന്ന് വിളിക്കുമെങ്കിലും ഇത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചേച്ചി കൂടിയാ. ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും എല്ലാരും നല്ല സന്തോഷത്തിലാ കഴിയുന്നത്. ചേച്ചി പേടിക്കണ്ട, ഈ സന്തോഷം ഇങ്ങനെ തന്നെ എന്നും നിലനിൽക്കും. ശ്യാമേ, റൂം കാണിച്ചു കൊടുക്കൂ. യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. കുട്ടി വിശ്രമിച്ചോളൂ. താങ്ക് യു മാഡം. സരോജിനി ചേച്ചിക്ക് സിറ്റിയിൽ ഒരു ഗാർമെന്റ്സ് യൂണിറ്റ് ഉണ്ട്. അഞ്ജന. കോളേജ് ജംഗ്ഷനിലുള്ളതല്ലേ? അത് തന്നെ. അഞ്ജന മകളുടെ പേരായിരിക്കും അല്ലേ? അതെ. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ചുമ്മാ ഊഹിച്ചു പറഞ്ഞതാ. ഈ ചേച്ചിയുടെ മക്കളൊക്കെ എവിടെയാ? നാട്ടിലാ? മക്കളെന്ന് പറയാനിപ്പോ തൽക്കാലം നമ്മൾ 3 പേരുവാ ചേച്ചിയുടെ മക്കൾ. അതൊക്കെ പോട്ടെ, നീ ഇന്ന് ശ്യാമിനെ കണ്ടില്ലേ? ഇല്ല, ഇനി എപ്പോഴും കാണാലോ. കാണാം. വാടക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സർക്കിള് മിക്കവാറും 3 എണ്ണത്തിനും കൂടി വാടക കെട്ടിടം തീരാധാരം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഠിക്കാനുള്ള സമയത്ത് മനസ്സിരുത്തി പഠിക്കാൻ നോക്കണം. എന്നിട്ട് മതി പ്രേമവും ചുറ്റിക്കറങ്ങലും ഒക്കെ. കേട്ടല്ലോ? ഇവിടെ ആരും ഇല്ലേ? സാർ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? എന്താ കാര്യം? എനിക്ക് സാർ, ഇത് എന്റെ... ഇത് തന്റെ അല്ലല്ലോ, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അല്ലേ?
എൻ്റെ മകളാണ് സാർ. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ കാണുന്നില്ല. എവിടെ പോയി? അതറിയാനാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ? ഇല്ല സാർ, പോലീസിലും പട്ടാളത്തിലും എനിക്ക് വിശ്വാസമില്ല സാർ. കാരണം അവര് പത്രക്കാരെ വിളിച്ച് പറയും, പത്രക്കാർ നാട് മുഴുവൻ അറിയിക്കും. ഞങ്ങളുടെ മാനം പോവും സാർ. നിങ്ങൾ ആ കണ്ണുതിരി തുടയ്ക്കൂ. നിങ്ങളുടെ മകളെ ഡിറ്റക്റ്റീവ് ചാക്കോച്ചൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. സമാധാനമായിരിക്കേ. ഇവർ സമർത്ഥരായ സ്വീകരികളാണ്. ഹലോ. കഴിഞ്ഞ 3 ദിവസമായി ഇദ്ദേഹത്തിന്റെ മകൾ മിസ്സിംഗ് ആണ്. അവളെ കണ്ടുപിടിച്ച് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ആദ്യം ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണം. ദാ, നിൽക്കൂ. ആദ്യത്തെ കൈനീട്ടമാണ്. ദക്ഷിണയായിട്ട് എന്തെങ്കിലും ആ കൈകൊണ്ട് 10 രൂപയോ? ഇതേ ഉള്ളൂ. 10 10. മൈ ഡിയർ ബോയ്സ്, വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയാൽ ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാം. പ്രൊസീഡ്. 10 രൂപ. വന്നു തുടങ്ങി. ജന്നാമ്മയോട് ചോദിക്കണ്ടല്ലോ. സാർ, ഒരു സംശയം. ഈ സംശയം തോന്നുന്നവരെ നെഞ്ചിന് വെടിവെക്കണോ അതോ മുട്ടിന് താഴെ വെടിവെക്കണോ? എവിടെ വെടിവെക്കണമെന്ന് ഞാൻ പറയാം. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. എങ്കിൽ വെറുതെ ഒരു ബുള്ളറ്റ് പാഴാക്കണ്ട. ഇവിടെ വെച്ചാണ് സാർ ആ കുട്ടി അവസാനമായിട്ട് എല്ലാവരും കണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് കുറെ മണ്ണിന്റെ സാമ്പിൾ ശേഖരിക്കണം. അതെന്തിനാ സാർ? അപ്പം തിന്നാ പോരെ? മതി. എന്നാ നമുക്ക് അടുത്ത കടയിൽ കയറി അപ്പവും കടലക്കറിയും കഴിക്കാം. കമാൺ. മിണ്ടി പോകരുത്. ഇനി നാം നിൽക്കിയാൽ ഒരു ബുള്ളറ്റ് പാഴാക്കേണ്ടി വരും. കമാൺ. എക്സ്ക്യൂസ് മീ. എന്താ? ഇതല്ലടാ ഫുൾ ഫോട്ടോ. അയ്യോ, ക്യാമറ എടുത്തില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഫോട്ടോ സ്റ്റിൽ, പെൺകുട്ടിയുടെ സ്റ്റിൽ. അതൊക്കെ എടുത്തു കൊടുക്കൂ. നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? പേടിക്കണ്ട കുട്ടി. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളാണോ? അല്ല. അല്ലേ? അല്ലെന്ന്. അഥവാ കുറച്ചു കഴിഞ്ഞ് ഇത് നിങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9349837565. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പരിധിക്ക് പുറത്തുനിന്ന് കരുതിയാൽ മതി. ഓക്കെ? Keep it. Come on. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാണാതായ പെൺകുട്ടിയെ ഈ അനിൽകുമാർ കണ്ടുപിടിക്കും. അത്രയ്ക്ക് സമർത്ഥനായവൻ. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന കർച്ചീഫോ ചെരുപ്പോ കിട്ടിയിരുന്നെങ്കിൽ അതെന്തിനാ? നമ്മുടെ അനിൽകുമാറിന് സ്മെല് ചെയ്യാൻ ഒരു ക്ലൂ ആവുമല്ലോ. അത് വേണം. ആദ്യം ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. എന്നിട്ട് കർച്ചീഫും ചെരുപ്പും കസ്റ്റഡിയിൽ എടുക്കണം. മക്കളെ, ഡിറ്റക്റ്റീവുകൾക്ക് കൺഫ്യൂഷൻ പാടില്ല. ഒരു തീരുമാനമെടുത്താൽ തീരുമാനമായിരിക്കണം. ഒരു ലക്ഷ്യമിട്ടാൽ അതിനെ ഫോളോ ചെയ്ത് മുന്നേറണം. ദാ കണ്ടോ, പറഞ്ഞണിഞ്ഞ ഒരു പെൺകുട്ടി. ഒരുപക്ഷേ നമ്മൾ തിരക്കുന്ന പെൺകുട്ടിയാവാം അത്. വാ, ഫോളോ ചെയ്യാം. ഇവന്മാര് മിക്കവാറും അടികൾ വാങ്ങി പിടിക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആരോ എന്തോ പറയുന്നത് ഞാൻ കേട്ടല്ലോ. എടാ, സംശയിക്കണ്ട. ആ പെൺകുട്ടി തന്നെ. ചെന്ന് നോക്ക്, പോയി നോക്ക്. പോടാ. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 4-5 ആയി. പിന്നെ ഇന്നലെ കംപ്ലൈന്റ് എന്ന കുട്ടിയുടെ അച്ഛൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. കിട്ടിയോന്ന് ചോദിച്ചു. പറഞ്ഞു കൊടുത്തോ കിട്ടിയ കാര്യം? അയ്യ, അതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുപോലെ ചില ആക്ഷൻസ് ഒക്കെ വേണ്ടിവരും. ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. നമുക്കേ ഇതിനൊരു ഷോർട്ട് ബ്രേക്ക് കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കുന്നതല്ലേ ബുദ്ധി. കാര്യം പറയടാ. പറഞ്ഞു കൊടുക്ക്.
നീ പറയടേ. ഒരു തറവാട്ട് വീട്ടിൽ നിന്നും തലമുറകളായി സൂക്ഷിച്ചു വെച്ചിരുന്ന രത്നങ്ങളും ദേവിയുടെ പഞ്ചലോക വിഗ്രഹവും കാണാനില്ല. പോലീസ് അന്വേഷണത്തിൽ അവർക്ക് താല്പര്യവും ഇല്ല. കണ്ടുപിടിച്ചു കൊടുത്താൽ മോഷണം പോയ മുതലിന്റെ പകുതി നമ്മുടെ അന്വേഷണത്തിന് പ്രതിഫലമായി കിട്ടും. അത്രയും പണം നമുക്ക് വേണോ? നമുക്ക് വേണ്ട, വല്ല ചാരിറ്റബിൾ സൊസൈറ്റിക്കോ അനാഥ മന്ദിരത്തിനോ വൃദ്ധസദനത്തിനോ സംഭാവനയായി കൊടുക്കാമല്ലോ. കുറേ ദിവസമായി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്തിട്ട്. എങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. പക്ഷേ എത്രയും വേഗം നമുക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചേ പറ്റൂ. വൈദഭായി, നമ്മുടെ സമർത്ഥനായ അനിൽകുമാറിനെ കാണുന്നില്ലല്ലോ. മറന്നുപോയോ അവനെ കൊണ്ടുവരാൻ? അയ്യോ, പറഞ്ഞ പോലെ അത് പറയാൻ മറന്നുപോയി. ഇന്നലെ രാത്രി മുതൽ അവനെ കാണാനില്ല. നമ്മുടെ അന്വേഷണത്തിൽ ഹാലിളകി ആരും അവനെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും. ചിലപ്പോ ജീവിതം അടുത്തു പോകാനാണ് സാധ്യത. എന്തായാലും പുളിയാമ്പറമ്പിൽ ഡിക്റ്റേറ്റേഴ്സിനെ പറ്റി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇനി പത്രത്തിനൊരു പരസ്യം കൂടെ കൊടുക്കണം. അത് കൊള്ളാം. നമ്മൾ 4 പേരും ചിരിച്ചങ്ങനെ നിൽക്കുന്ന കളർ ഫോട്ടോ കൊടുക്കണം. അതൊക്കെ അധികം താമസേ തന്നെ പത്രത്തിൽ വന്നോളും. ആ പേപ്പർ വരെയുടെ ചോദിച്ചപ്പോരെ പരസ്യത്തിലുള്ള ഒരു ഉഗ്രൻ മാറ്റർ എന്തെങ്കിലുണ്ട്? പറഞ്ഞു. അതവളാ? തവളയോ? തവളയെന്ന് പറഞ്ഞു തുടങ്ങിയാൽ ശരിയാവൂല. നോക്കിയേ, ഇതാ പെണ്ണ് തന്നെ. ഇപ്പൊ തന്നെ പിടിച്ച് വണ്ടിയെ കേട്ടാ തന്തയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കാം. വാടാ, come on. go go Yes, sir. Excuse me, ആ വണ്ടിയിലേക്ക് കയറൂ. എന്തിനാ? അവർക്ക് പിന്നെ പറയാം, വണ്ടി അതെ, എടാ, കിടന്ന് വിളിക്കാതെ എവിടെയാണ് ഇടി കൊണ്ടെന്ന് പറ. അവിടെ ഞാൻ ആവി പിടിച്ചു തരാം. അങ്ങനെ ഇന്ന സ്ഥലത്തൊന്നൊന്നുമില്ല, എല്ലായിടത്തും കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പുറത്ത് കണ്ട വാർപ്പിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് പോയി കട. കനകം മൂലം കാമിനി മൂലം കോട്ടും കീറി കൂമ്പും വാടി. ആ പെങ്കൊച്ചിന്റെ ഫോട്ടോ കൊണ്ടുവന്ന തന്ത എന്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വലിച്ചു കീറി മുളക് പുരട്ടി തിളച്ച വെളിച്ചെണ്ണക്കകത്ത് മുക്കി കരിമുര എന്ന് കടിച്ചു തന്നേനെ. ഇനിയിപ്പോ എന്തറിയാൻ പറ്റും? സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയില്ലേ. എടാ, ഈ വിളിഞ്ഞ് അവിടെ വിളിച്ചിരുന്നെങ്കിൽ അവന്മാര് പേടിച്ചെങ്കിലും പോയനെ. വാക്കുകൊണ്ട് തന്നെ പേടിപ്പിക്കണം. ഇതൊക്കെ അന്നാമ്മ ചേച്ചി അറിഞ്ഞപ്പോ അവരെന്തൊരു പരിവായി. കേട്ടപാടേ അവള് പാലാക്കി വണ്ടി കയറി. പ്രകാശ് കുമാറിന്റെ ഭാര്യയെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അന്നാമ്മയ്ക്ക് 2 വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ നേരെ പുളിയാമ്പറപ്പത്ത് തറവാട്ടിലേക്ക്. അയ്യോ പാവം, ഇത്ര ഇടി കിട്ടിയിട്ട് നിനക്ക് ഇക്കിളി മാറിയില്ലേടാ. നിങ്ങൾ വന്നോ? മറ്റവനവിടെ? അവനവിടെ അഡ്മിറ്റ് ആയി. യവന് പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തെങ്കിൽ വിട്ട്. കുറച്ച് ദിവസത്തേക്ക് ശരീരം അനക്കരുന്ന ഡോക്ടർ പറഞ്ഞു. തലയുടെ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. അതിന് തലക്കകത്ത് വല്ല ഉണ്ടെങ്കിലല്ലേ എക്സ്റേയിൽ വല്ലതും തെളിയും. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായി, ദേഹത്തടിച്ചാൽ നോവും. അതല്ല, പ്രത്യേകിച്ച് സിഐഡികൾ മനസ്സിലാക്കണം. എന്താ? അതായത് കാള പറ്റുന്ന കേട്ട ഉടനെ കയറെടുത്തോണ്ട് ചാടരുത്. ചാടും, കയറും എടുത്തുകൊണ്ട് തന്നെ ചാടും. അതെന്തിന്? ഈ കാള പറ്റൂന്ന് പറഞ്ഞവരെ കെട്ടാൻ. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ. കുറച്ച് കഴിയുമ്പോ എല്ലാം ട്രാക്കിലാവും. അത് നേരെ നേട്ടാ. കുറച്ച് കഴിയുമ്പോ റെയിൽവേ ട്രാക്കിൽ നിന്ന് തൂത്തുവാരി എടുത്തോണ്ട് വരാം. താൻ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. എടോ, ഏതായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കാം, അതാണ് ആലോചിക്കേണ്ടത്. ഞാൻ ഏതായാലും നാറി. കറക്റ്റ്. ഇനി കുളിച്ചു കയറിട്ട് തന്നെ കാര്യം. ഡിറ്റക്റ്റീവ് പരിപാടി ഏതായാലും വെച്ച് കിട്ടുന്നില്ല. മക്കളെ, നിങ്ങൾ തളരല്ലേ. നമുക്ക് നമ്മുടെ പോയ പേര് തിരിച്ചു പിടിക്കണം. അതിനൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. നമ്മൾ തന്നെ ഒരു പെൺകുട്ടി അറേഞ്ച് ചെയ്ത് ഒരു കടയുടെ മുമ്പ് നിർത്തണം. എന്നിട്ട് ഇത്രയും നാട്ടുകാർ നോക്കി നിൽക്കുവേ നമ്മൾ തന്നെ ഒരു ടാക്സി പിടിച്ച് ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വരണം. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ. ആ തോർത്ത് കിടത്തേ. ഇത് നിന്റെ തലയിലോട്ട് ആവി പിടിക്കും. അവന്റെ പുറമുള്ളൂടാ. നിന്നെ എനിക്കിഷ്ടമാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പോൾ സുമിത്ര, ചേട്ടന് ഒരു ഭാര്യയും ഒരു കുഞ്ഞുമുള്ളതല്ലേ? അയാൾ അത് കേട്ട് പൊട്ടിത്തെറിക്കാം.
എന്ത് ഭാര്യ, എന്ത് കുഞ്ഞ്? ഭാര്യ അവളൊരു രാക്ഷസിയാണ്, രാക്ഷസി. ചെകുത്താന്റെ ചെറുമകൾ. അവളെ കെട്ടിയെടുത്ത് എന്നെ തല്ലിക്കൊന്ന് കായലിൽ താഴ്ത്തണം, കായലിൽ. അത് CK സുന്ദരേശൻ. ആരാ അത്? സുന്ദരേശ, ഇത് ഞാനാ, രവിചന്ദ്രൻ. സോറി, ഞാൻ സാറായിരുന്നല്ലേ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ കഥയിലെ കഥാപാത്രങ്ങളുമായി ഇങ്ങനെ മുഴുകി ചേരുകയായിരുന്നു. വെരി കോംപ്ലിക്കേറ്റഡ് സീൻ. എത്ര ആലോചിച്ചിട്ടും ശരിയാകുന്നേ ഇല്ല. എന്നാ ഫ്രീ ആവുമ്പോ വരാം. സോറി, ഞാൻ ഇന്ന് ഫ്രീ ആകത്തില്ല. അതല്ല, ഞാൻ ഫ്രീ ആവുമ്പോ വരാമെന്ന് പറഞ്ഞത്. അങ്ങനെയായിരുന്നല്ലേ. സാറിന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ എന്റെ കഥാപാത്രങ്ങളൊന്ന് കമ്പോസ് ചെയ്യാം. ആയിക്കോട്ടെ. പോകരുത് കേട്ടോ. അങ്ങനെ നായിക. കുട്ടി ആരാണ് മനസ്സിലായില്ലല്ലോ? ഞാൻ ബിന്ദു, സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. ഓഹോ, തക്ക സമയത്താണ് നിങ്ങൾ വന്നത്. ഒരു സീൻ അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനും. അല്ല, ഞാൻ CK സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഓ, ഏതായാലും അത് നന്നായി. ഈ സീൻ നന്നായി എടുത്തില്ലെങ്കിൽ ആകെ അത് അലുമ്പായി പോകും കേട്ടാ. ഇപ്പൊ ഞാൻ പറയണ ഒരു രംഗം നിങ്ങളത് ആക്ട് ചെയ്ത് കാണിച്ചാൽ ആ സീൻ എങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ ഒരു ഐഡിയ കിട്ടുമായിരുന്നു. ഒന്ന് നോക്കാം. നോക്കാം സർ, ഐ ആം റെഡി. ഓക്കെ. അതായത് ഈ കഥ നടക്കണ ഇതുപോലത്തെ ഒരു റോട്ട് അരുവിൽ വെച്ചാണ്. സുമിത്ര അവളുടെ കാമുകനെ കാണുന്നു. അയ്യോ, ഈ കാമുകനായിട്ട് ഇനിയിപ്പോ ആരെ നിർത്താൻ? തൽക്കാലം നമുക്ക് അയാളെ കാമുകനായിട്ട് സങ്കല്പിക്കാം. അതെ, സങ്കല്പിക്കാൻ മാത്രമേ ചെയ്യാവൂ. ആളത്ര ശരിയല്ല. രവീണ, ഇങ്ങോട്ട് വരി. പിന്നല്ല, നിങ്ങളല്ലാതെ ആര്? പല്ലൊക്കെ പിന്നെ കുത്ത, ഇങ്ങോട്ട് വരി. അതായത് എന്നെ ഒന്ന് സഹായിക്കണം. വേറൊന്നുമല്ല, എന്റെ സീരിയലിന്റെ ക്ലൈമാക്സ് പോർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിയണം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കൂ. ഡയലോഗ് ഞാൻ പറഞ്ഞു. അതായത് ഈ കുട്ടിയെടുത്ത് പ്രേമമാണ് സംഭവം. ഉള്ളി എന്ന് പറയണം. പ്രിയേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒന്ന് പറയൂ. പ്രിയേ, നിനക്ക് എന്നെ ഇഷ്ടമാണ്, നിന്നെ ഞാൻ എന്തും ചെയ്യും. അണ്ണാ, ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് പറയും പോലെ പ്രിയേ എനിക്ക് ഇതിനെ ഇഷ്ടമാണ്, അങ്ങനെയല്ല. ഇത് ഉള്ളിന്ന് പറയട്ടെ, ഉള്ളിന്ന്. സാറേ, ഈ ഉള്ളിന്ന് മുളകിന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പറ്റത്തില്ല. സാർ പറഞ്ഞതാ, കുറച്ച് വികാരം വേണമെന്ന്. അതായത് നമ്മുടെ സുഷിമ്ന നടിന്ന് കയറി വരണം. പ്രിയേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയൂ. പ്രിയേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തലകിട്ടി ഞാൻ കുത്തുവെച്ച് തരും. ഇതൊന്നും ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് അടുത്ത് വണ്ടി വിളിച്ച് പോണല്ലോ. അങ്ങനെ അല്ലത്, ഞരമ്പിന്ന് വരട്ടെ. പ്രിയേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയൂ. പ്രിയേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. എന്ത് കയ്യിലൊരു ചിരട്ടയും കൂടെ എടുത്ത് വെച്ചാൽ മതി, ഒരുമാതിരി പിച്ചക്കാരെ പോലെ. അണ്ണ അങ്ങനെ അല്ല. ദാണ്ട കുറച്ചുകൂടി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വെറുതെ ഇവിടെ നിന്നാ മതി. കുട്ടി ആക്ട് ചെയ്ത് കറക്റ്റ് ആണ്. കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയൂ. പോരട്ടെ, കുലുക്കിയിടൂ. ചേട്ടാ, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. അങ്ങേരുടെ ഒരു കാര്യം ഞാനൊന്നും പറയുന്നില്ല. ശരിയായോ എന്തോ? പോരാ, അണ്ണ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. ലാസ്റ്റ് ആണ്, തെറ്റിക്കരുത്. പറയൂ ഡയലോഗ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അത് മതി. ഗുഡ്. ഇനി കൗണ്ടർ. കൈയെടുക്കുക. കൗണ്ടർ എന്ന് പറഞ്ഞ ഉടനെ തോളി കൈയിടാനല്ല പറഞ്ഞത്. അതാ കുട്ടിയുടെ ഡയലോഗാണ് പറഞ്ഞത്. കുട്ടിയുടെ ഡയലോഗ് പറയും, അതാണ് കൗണ്ടർ. എന്താ സാർ എന്റെ ഡയലോഗ്? ചേട്ടനൊരു ഭാര്യ ഒരു കുഞ്ഞുമുള്ളതല്ലേ? ചേട്ടാ, ചേട്ടനൊരു ഭാര്യ ഒരു കുഞ്ഞുള്ളതല്ലേ? ഭാര്യ എന്ത് ഭാര്യ, എന്ത് കുഞ്ഞ്? അവളൊരു രാക്ഷസിയാണ്, ജഗത്താന്റെ ചെറുമകളാണ്, വൃത്തികെട്ടവൻ. അവളെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഞാൻ നിന്നെ കിട്ടും. എന്റെ അണ്ണ കറക്റ്റ് ആയിരുന്നു, കറക്റ്റ്. ഇനി ഞാൻ അതിന്റെ ക്ലൈമാക്സും കൂടെ എഴുതി എടുക്കട്ടെ. അണ്ണ ഇത് ഒന്നുകൂടെ റിഹേഴ്സൽ ചെയ്യും. ഞാൻ ഇതിന്റെ ബാക്കി ഡയലോഗും കൂടെ എഴുതട്ടെ. അറിയിക്കാം. അവളെ കെട്ടിയ എന്നെ എന്ത് പേരാണോ നിങ്ങൾ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ തല്ലിക്കൊന്ന് കായലിൽ കെട്ടിത്താഴ്ത്തണം. അതോടെ എല്ലാം അവസാനിക്കണം. ഇയാൾ ഇത്ര വൃത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. എന്റെ ജീവിതം റിഹേഴ്സൽ എടുത്തതാണ്. കെട്ടിക്കളയെന്ന് നീ പറഞ്ഞല്ലോ.
നിങ്ങൾ കയ്യും കാലും ഒക്കെ കാണിക്കാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ക്ലൈമാക്സ് കിട്ടി. ഒളിഞ്ഞിരുന്ന കാമുകന്റെ ഭാര്യ കാമുകന്റെ ചെള്ള കുത്തിപ്പിടിക്കുന്നു. ഉഗ്ര ക്ലൈമാക്സ്. ഇടത്തോട്ട് ഇടത്തോട്ട്. ഇതെന്ത് വലിയ വീടാ, ഇതെന്ത് വലിയ വീടാ അമ്മേ. കണ്ടോ മോളെ, ബംഗ്ലാവ് പോലത്തെ വീടല്ലേ? ഇത് അവന്റെ സ്വന്തം വീടാണോ? ഏയ്, വാടകയ്ക്കായിരിക്കും. ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണ്ടേ ഈ വീട്ടിന്? ഇത് സ്വന്തം വീട് തന്നെ. പാലയാച്ചിന് ഞാൻ വന്നതല്ലേ. ആ പോലീസുകാരനല്ലേ, നല്ല കൈക്കൂലി മേടിക്കുന്നുണ്ടാവും. എന്ത് നല്ല കാർ. എടാ പ്രകാശ, എടാ മോനെ പ്രകാശ, പ്രകാശോ, പ്രകാശ. വാ. നമ്മളെയൊക്കെ കാണുമ്പോ പ്രകാശിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതെ, ഈ തോളിൽ കിടന്ന് വളർന്നവനാ. പാട് കാണണോ? മോണും അങ്ങനെ തന്നെ. പ്രകാശ, പ്രകാശ, ഇവിടെ മോനെ പ്രകാശ, പ്രകാശോ, പ്രകാശ, മാറ്, ഞാൻ മോനെ പ്രകാശ. മാമോ, കതവ് തുറക്ക് മാമാ. മാമാ, കോളനി